ഇനി ഫസ്റ്റ് റേസ് നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രി ആണ്. ഈ വട്ടവും പുതിയ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വന്ന് നല്ല മോശമായിട്ടുള്ള പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് വേൾഡ് കപ്പ് ആകാം, അല്ലെങ്കിൽ ISL ആകാം, IPL ആകാം, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഗെയിമിന് മുമ്പ് നമ്മളൊരു പ്രെഡിക്റ്റ് ചെയ്യത്തില്ലേ, അതായത് ഓരോ ഗെയിമിനും ആര് ജയിക്കും, ഈ വർഷത്തെ കപ്പ് ആരടിക്കുമെന്നൊക്കെ. അതുപോലെ ഈ ഫോർമുല 1 സീസണിൽ ഈ പോഡിയംസ് ആരൊക്കെ വിൻ ചെയ്യും, ആരായിരിക്കും ചാമ്പ്യൻസ് എന്നൊക്കെ ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. സോ എൻ്റെ ഫസ്റ്റ് പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് വില്യംസ് ആണ്. വില്യംസ് ഈ വർഷം മൾട്ടിപ്പിൾ പോഡിയംസ് അടിക്കും. കാരണം അവരുടെ 2 ഡ്രൈവേഴ്സാണ്, കാർലോസ് സെയിൻസും അലക്സ് ആൽബോണും. 2 നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അടിപൊളി ഡ്രൈവേഴ്സാണ്. അവർക്ക് എന്തായാലും മൾട്ടിപ്പിൾ പോഡിയംസ് ഉണ്ടായിരിക്കും. പിന്നുള്ള എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഹാസ് ഫോർമുല 1 ടീമാണ്. അത് നമുക്കറിയാം 2016 F1 വരുന്നത്. അന്നോട്ട് ഇതുവരെ ഒരു പോഡിയം പോലും ഇല്ലാത്തൊരു ടീമാണ് ഹാസ്. പക്ഷേ ഈ വർഷം അവർക്ക് ഒരു ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് TGR-ആയിട്ടാണ് അവർക്ക് കൊലാബറേഷൻ ഉള്ളത്. TGR ആണ് അവരുടെ ടൈറ്റിൽ സ്പോൺസർ. അതായത് ടൊയോട്ട ഗാസോൺ റേസിംഗ്. അവരുപയോഗിക്കുന്ന ഫെറാറി എഞ്ചിനാണ്, ഫെറാറി ഗിയർ ബോക്സും. അതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ട്, എയറോഡൈനാമിക്സ് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നത് TGR ആണ്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ അവരുടെ ഡ്രൈവേഴ്സ് എസ്തബൻ ഓക്കോൺ മൾട്ടിപ്പിൾ പോഡിയംസ് ഉള്ള ഒരു ഡ്രൈവറാണ്. അതുപോലെ തന്നെ ഒലിവർ ബിയർമാനും ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ളൊരു ഡ്രൈവറുമാണ്. അതുമാത്രമല്ല ഹാസ് ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ടീമാണ്, നല്ല ക്ലാസ് ഉള്ളൊരു ടീമാണ്. അവർക്ക് ഫസ്റ്റ് ടീം പ്രിൻസിപ്പൾ അവരുടെ ഗുണ്ടർ സ്റ്റെയ്നർ ആയിരുന്നു. സ്റ്റെയ്നർ നല്ലൊരു ടീം പ്രിൻസിപ്പൾ ആയിരുന്നു. പിന്നെ എൻ്റെ അടുത്തൊരു പ്രഡിക്ഷനാണ് ഓഡി റെവോല്യൂട്ട് ഫോർമുല 1 ടീം. അവരുടെയും നല്ല അടിപൊളി ടീമാണ്. അതായത് പഴയ റെനോൾട്ടിൻ്റെയും അതേപോലെ പഴയ ഫെറാറിയുടെയും മാനേജ്മെൻറ്റാണ് ഇപ്പോൾ അവർക്ക് ഓഡിക്ക് കിട്ടിയേക്കുന്നത്. എന്നാലും ഓഡിയുടെ ഡ്രൈവേഴ്സ് നിക്കോ ഹൾക്കൻബർഗും ഗബ്രിയേൽ ബോർട്ടിലെറ്റോയും. ഹൾക്കൻബർഗ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ്. പിന്നെ ബോർട്ടിലെറ്റോ നല്ല യങ് ഡ്രൈവറാണ്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഡ്രൈവറാണ്. അതുമാത്രമല്ല ഓഡിക്കൊരു മുൻതൂക്കം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയുടെ തന്നെ എഞ്ചിനും ഗിയർ ബോക്സുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെഴ്സിഡസ്, റെഡ് ബുള്ള്, ഫെറാറിയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ പോഡിയംസ് ഉണ്ടായിരിക്കും. പിന്നെ എന്നാലും ഹാമിൽട്ടൺ ഫാൻസിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ ഹാമിൽട്ടൺ ഈ വർഷം 2 കൽപ്പിച്ചാണ്. കാരണം ഹാമിൽട്ടൻ്റെ ഒരു സ്റ്റാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്ലാറിന് വന്ന വർഷം പുള്ളി ചാമ്പ്യൻഷിപ്പ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത വർഷം പുള്ളി ചാമ്പ്യനായി. അതേപോലെ തന്നെ മെഴ്സിഡസ് വന്ന വർഷം അത്ര വലിയ പെർഫോമൻസ് ഇല്ലായിരുന്നു. പക്ഷേ മെഴ്സിഡസ് വന്നതിൻ്റെ അടുത്ത വർഷം പുള്ളി വേൾഡ് ചാമ്പ്യനായി. അതേപോലെ തന്നെ ഫെറാറി വന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ശോകമായിരുന്നു. അപ്പോൾ ആ സ്റ്റാറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കൂടെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങളുടെ ഈ വർഷത്തെ പ്രഡിക്ഷൻസ് ടീംസിനെ കുറിച്ചുള്ള? ഏതൊക്കെ പോഡിയംസ് അടിക്കും, ഏതൊക്കെ ടീം പോഡിയംസ് അടിക്കും, നല്ല പെർഫോമൻസ് ചെയ്യുന്ന ടീംസ് ഏതൊക്കെയായിരിക്കും, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ്? അന്ന് കമൻറ്റ് ചെയ്യും. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.